രണ്ടാമത്തെ ദിവസത്തിൽ പിന്നീട് നടന്നത് 10 മീറ്റർ എയർ റൈഫിൾ ക്വാളിഫിക്കേഷൻ റൗണ്ടായിരുന്നു. അതിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് അർജുൻ ബാബുദയും സന്ദീപ് സിംഗും ആയിരുന്നു. അതിലാകെ ക്വാളിഫൈ ആയത് അർജുൻ ബാബുദ മാത്രമായിരുന്നു. പിന്നീട് നടന്നത് ശരത് കമലിൻ്റെ ടേബിൾ ടെന്നീസ് ആയിരുന്നു. എതിരാളിയായിട്ടുള്ളത് SLO കൺട്രിയുടെ ഡെനി കുസുളു. അപ്പോൾ SLO എന്ന് പറയുമ്പോൾ സംശയം ഉണ്ടാവും അല്ലേ? SLO എന്ന് പറഞ്ഞാൽ സാൻ ലൂയിസ് ഒബിസ്പോ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. നെക്സ്റ്റ് ശ്രീ നടരാജ് പങ്കെടുത്ത ബാക്ക് സ്ട്രോക്ക് 100 മീറ്റർ ഹീറ്റ് 2 വിഭാഗത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. പക്ഷേ ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ല. അടുത്ത് നമ്മളെ ഏറെയും അഭിമാനത്തിലെത്തിച്ച മനു ബേക്കറുടെ 10 മീറ്റർ എയർ റൈഫിൾ ഫൈനൽ മത്സരമായിരുന്നു. അതിൽ വെങ്കല മെഡൽ നേടി നമ്മുടെ ഇന്ത്യയുടെ പാരീസ് ഒളിമ്പിക്സിലെ മെഡൽ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചു. മറ്റൊരു റെക്കോർഡ് കൂടി അവിടെ കുറിച്ചു. ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി